ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വട്ട് പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി എന്നൊക്കെ പറയും. ഇതെന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന്റെ മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ടാവും. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പക്കപ്പ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നേരം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മൾ ആദ്യം ഈ പത്തിരിക്കൊക്കെ നമ്മൾ പൊടി വാട്ടില്ലേ, അതേപോലെ കുറച്ച് വെള്ളത്തില് കുറച്ച് ഉപ്പിട്ടുകാണ്ട് അത് തിളച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇടുക. അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ട് അത് ഒന്ന് എല്ലാ സൈഡൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഓരോരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് വെള്ളം തിളച്ചു തരാനുള്ള ഇതായിട്ട് ഇതേപോലെ നല്ലോണം വേവണം. അങ്ങനെ വെന്തതിന് ശേഷം ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പരന്നൊരു തട്ട് പോലത്തെ ഒരു പാത്രത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതേപോലത്തെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് കുഴക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പത്തിരി കുഴക്കണ പോലെ തന്നെ അതിലേക്ക് ഇട്ടിട്ട് കുഴക്കലാണ്. പക്ഷെ അതിലേക്ക് 2-3 സാധനം കൂടെ ചേർക്കാനുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 മുറി തേങ്ങ, അതേപോലെ 2 ടീസ്പൂണ് വലിയ ജീരകം, പെരിഞ്ജീരകം എന്നൊക്കെ പറയും, അതേപോലെ തന്നെ കരിഞ്ജീരകം 2 ടീസ്പൂണ്, കറുത്ത എള്ള്, ഇതെല്ലതും കൂടെ ഈ മാവക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. 1/2 മുറി തേങ്ങയും പിന്നെ ബാക്കിയുള്ളതൊക്കെ 2 ടീസ്പൂൺ വെച്ചാട്ടാ. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളെ പത്തിരി മാവ് പോലെ തന്നെ നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതാ ഈ പരുവൊക്കെ എത്തുമ്പോ ഇത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ബോൾസ് എന്ന് പറയുമ്പോ ചെറിയ ബോൾസ് അല്ല, നമ്മളെ ഒരു പിടി എളുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പൊ ഞാനിവിടെ മുഴുവൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ ബോൾസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് കട്ടി വേണം കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റൗണ്ട് ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാ അതിന്റെ റൗണ്ടിൽ എടുക്കുക. ഏതാ ഇത്രയെങ്കിലും കട്ടി വേണം കേട്ടോ. എന്നിട്ട് ബാക്കി എല്ലാതും അതേപോലെ പരത്തിയെടുക്കുക. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ എടുത്തെടുക്കും പ്ലേറ്റിക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതില് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തിളക്കണം, നല്ലോണം ചൂടാവണം കേട്ടോ. എന്നിട്ട് നല്ലോണം ചൂടായ എണ്ണയ്ക്ക് ഈ ഓരോരോ വട്ടുപത്തിരി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇത് പൊതുവെ വേഗം ചെറുതായിട്ടൊന്ന് വെന്താൽ തന്നെ എടുക്കും. എനിക്ക് പേഴ്സണലായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം. അത് നല്ല
അധികം നിറം മാറാനും നിൽക്കണ്ട, ഈ കളറാകുമ്പോൾ കോരി മാറ്റട്ടെ. അപ്പൊ ഞാന് ബാക്കിയുള്ള വട്ടുപത്തിരികളൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയുടെ കൂടെ അടിപൊളിയാണ്. അപ്പോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പറാണ്. അപ്പൊ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാൻ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ഇസാൻസ് ക്രേസി മോം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.